ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും പോലീസുകാരെല്ലാവരും കൂടെ നിരനിരയായിട്ടൊരു ബൊക്കെയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭൂമിക്ക് ഭയങ്കര സന്തോഷം. ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ചെന്ന് നേരെ അവരോട് തന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടി ബൊക്കയുടെ നേരെ. അതേ ഭൂമി, ഇത് കൊടുക്കാൻ പറ്റിയ ഒരാൾ വരുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന എസ് ഐയും ബാക്കിയുള്ള പോലീസുകാരും. ആര്? ആ പുതിയ CI ആണോ എന്ന് ഭൂമി അന്നേരം ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ആരാ അത്? അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കാണുമ്പോൾ മനസ്സിലായിക്കോളൂ എന്നും പറഞ്ഞു. അന്നേരം അപ്പം കരടിയാ എന്ന് കൂടെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു. അപ്പം കാടടച്ച് വാഴുന്ന ആളാണെന്നും പറഞ്ഞു. അന്നേരം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേ എൻ്റെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുന്നു. പിന്നെ വരുന്ന CIയോട് എന്നെ പറ്റിയൊന്ന് പറഞ്ഞു വെച്ചോ, എന്നോട് വെറുതെ ചുമ്മാ മുട്ടാൻ വരണ്ടാന്ന്. അപ്പോൾ അതേ ബാക്കിയുള്ളവരെല്ലാം തലയാട്ടി. ഒരു CI ചായക്കടക്കാരിയുടെ മുന്നിൽ അടിതെറ്റി വീഴുന്നതേ നിങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ നമ്മുടെ ഭൂമി ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നു. അപ്പം ശരിയേ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭൂമി അങ്ങനെ പോവുക. മാത്യുസേട്ടാ എന്തുണ്ടാന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് തൻ്റെ കടയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഭൂമി ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരിങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. ഭൂമി അതെ പാഴ്സൽ എടുത്ത് വെച്ചേക്കണേ, മോളൊന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ നമ്മുടെ ഭൂമിയുടെ കടയിലേക്കുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഭൂമി തൻ്റെ കട തുറന്നു, അകത്ത് കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, തൻ്റെ അടുക്കളയിലേക്ക് ചെന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭൂമി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു, കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അടുക്കിയൊക്കെ വെക്കുന്നു. കൂടെയുള്ള ജോലിക്കാരും എല്ലാവരും വന്നിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അജയ് കേട്ടോ. അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ചായ കുടിക്കാനായിട്ട് നിർത്തി. അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ അജയെ ഫോളോ ചെയ്തിരുന്ന ഒരു ബ്ലാക്ക് താറ് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ അജയ് ഇത് കണ്ടു. ഈ വണ്ടി കുറേ നേരം ആയല്ലോ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് അജയ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അജയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അജയ് ആ വണ്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോയി കുറച്ച് ദൂരം കൊണ്ടുവന്ന് മാറ്റി നിർത്തി. എന്നിട്ട് നമ്മുടെ അജയെ കളിയാക്കുന്നത് പോലെ, പക്ഷെ വിട്ടുകൊടുത്തില്ല. പറന്ന് എന്ന് അവൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ അജയ് വണ്ടിയിൽ നിന്ന് വട്ടം വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വണ്ടിയിൽ വന്നയാളെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ വണ്ടിയിൽ നിന്ന് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഒരാളിങ്ങനെ ഇറങ്ങി വരുവാണ്. നോക്കുമ്പോൾ ആരാ? നമ്മുടെ അജയുടെ വല്യമ്മാവനായിരുന്നു അദ്ദേഹം. പഴയ യൂണിഫോമിൽ വരുന്നതായിട്ട് സങ്കല്പിച്ച് നിന്ന് പോയതാണ് നമ്മുടെ അജയ്. അപ്പം അദ്ദേഹം ഇങ്ങനെ വന്ന് മുന്നിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ അജയ് ഓടിച്ചെന്ന് കെട്ടി അങ്ങ് പിടിച്ചു. ഇതെന്താ അമ്മാവ വല്യമ്മാവനിങ്ങനെ ഓടി വന്നേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അനന്തരവൻ എവിടെ ഒളിച്ചാലും ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അല്ല അമ്മാവൻ ടൂറിലാണെന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഓ, എന്നെ ഇടിച്ച് റോഡിലിടാനായിരുന്നു പ്ലാൻ അല്ലേ എന്ന് ചോദിച്ചപ്പം നിന്നെയോ ഞാനോ? നീ കരുത്തനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പം അമ്മാവനാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞപ്പം ഇന്ന് പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യല്ലേ, ഒരു സീനിയർ റിട്ടയർഡ് ഓഫീസറുടെ ഉപദേശം എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പം വേണമെന്ന് പറഞ്ഞു. ഇത് പബ്ലിക് റോഡാണെന്നും അല്പസമയം ഉപദേശിക്കാമെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ യൂണിഫോമിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് മെയിൻ ഘടകങ്ങളാണെന്നും പണവും പൊളിറ്റിക്കൽ ഗ്ലാമറും ആണെന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഒരു പോലീസ് ഓഫീസറുടെ കരേജ് എന്ന് പറയുന്നത് ആളുകളെ ഇടിക്കുന്നത് മാത്രമൊന്നുമല്ല, എല്ലാവരും ഒരു വിഷയത്തിൽ നിശബ്ദരായി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ആ നിശബ്ദതയെ ഭേദിക്കാനുള്ള കഴിവുണ്ടാകണമെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് എന്ന് നമ്മുടെ അജയ് അന്നേരം പറഞ്ഞു. അത് നിന്റെ ക്രെഡിറ്റ് ആണെന്നും അങ്ങനെ അദ്ദേഹം അജയെ കുറെ പുകഴ്ത്തിയൊക്കെ സംസാരിച്ചു. പിന്നെ വല്യമ്മാവൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ അജയ് പോകാനായിട്ട് റെഡിയായി. വല്യമ്മാവും പോയി, അജയ് പോലീസ് സ്റ്റേഷനിലേക്കും പോയി. പിന്നെ നമ്മുടെ ഭൂമിയുടെ കടയാണ് കാണിക്കുന്നത്. ഭൂമിയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള കടയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തർ വന്നിരുന്ന് ഭൂമിയുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് പരാതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭൂമി അവരെ സമാധാനിപ്പിക്കുക കേട്ടോ. പിന്നെ മാത്യുസേട്ടാ, അതെ മക്കളെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച് ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ വകുപ്പുണ്ടെന്ന് പറയുമ്പം അതൊന്നും വേണ്ട, അവരവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് അവരെ കാണണമെന്ന് പോലും താല്പര്യമില്ല എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ ഭൂമിയോട് പറയുവാണ്. ആ സമയത്ത് അവിടെ ചായ കാപ്പിയൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് എല്ലാവരുമായിട്ട് ഭയങ്കര സോഷ്യലായിട്ട് ഇടപെട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭൂമി അവർക്ക് വേണ്ടുന്ന പരാതി വരെ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വണ്ടി വരുന്നത്. അപ്പോൾ ആ വണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുവാണ്. കുറച്ച് പേര്
വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു. അതായത് മുണ്ടൊക്കെ മടക്കി കുത്തി ഭയങ്കര ഇതിലെ വെള്ളയൊക്കെ ഇട്ട്. അപ്പോൾ ഈ പോലീസുകാരുടെ മുന്നിൽ ഇവരിങ്ങനെ വന്ന് നെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എന്താ നേതാവെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയില്ലടാ നിനക്കൊക്കെ, എൻ്റെ പാർട്ടിയിലെ പിള്ളേരെ നീയൊക്കെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ ഇറക്കി വിടാനെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഭരണകക്ഷിയെ എതിർക്കാനുള്ള വാല് മുളച്ചോ, മുളയിലെ നുള്ളിക്കോ, ഇല്ലെങ്കിൽ വല്ലാണ്ട് നീറൂ എന്നൊക്കെ പറഞ്ഞപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന CI സാറാ നേരിട്ട് അവർ അറസ്റ്റ് ചെയ്തതെന്ന് പറയും. അപ്പോൾ അവനെന്താടാ ലോക നീതിമാനാണെന്ന് ചോദിച്ചുകൊണ്ട് ആ പോലീസുകാരെ തള്ളി മാറ്റി ഇവന് ഇടിച്ചു കയറി അകത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും പോലീസുകാരും ഈ വന്നവന്മാരും തമ്മിൽ പിടിയും വലിയ ഉന്തും തള്ളും ഒക്കെ. അങ്ങനത്തെ ഇടിച്ച് തള്ളി അകത്തേക്ക് കയറി ചെന്നു. അവന്മാരെ തുറന്നു വിടാൻ പറഞ്ഞ് പോലീസുകാരോട് ഭയങ്കര ഉടക്ക്. അപ്പോൾ ഇത് CI സാറ് പിടിച്ചിട്ടുണ്ട് ക്രിമിനലുകളാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവന്മാരിങ്ങനെ നോക്കുക, നേതാവ് ഈ ചെറ്റയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ SI പറ്റിയ അകത്ത് കിടക്കുന്നവന്മാർ പറയുന്നു. ഞങ്ങളുടെ പാർട്ടിയെ പറ്റി തനിക്ക് നല്ല അറിവുള്ളതല്ലേടോ, പിന്നെ ഞങ്ങളുടെ ഇടയിലെ കേസ് ഞങ്ങൾ തന്നെ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ഇവന്മാർ പറയാം. പാർട്ടിക്കിടയിൽ അന്വേഷിക്കുകയും ചെയ്യും, ശിക്ഷ വേണോ വേണ്ടെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞു ഇവന്മാർ ഭയങ്കര ഡയലോഗ്. ഇറക്കി വിടണം അവന്മാരെ എന്ന് പറഞ്ഞു. ലോക്കപ്പിന്റെ കീ ഇതാ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. അപ്പം നേതാവെ അവൻ്റെ പോക്കറ്റിലെ താക്കോൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ താക്കോൽ വരെ ഇവന്മാരെടുത്തു. എന്നിട്ട് അകത്ത് കിടക്കുന്നവന്മാരെ ഇറക്കി. അപ്പം അങ്ങനെ ഇറങ്ങി ഇവന്മാർ നിൽക്കുമ്പോൾ ഇത് CI സാർ ഇടപെട്ട കേസാണെന്ന് SI പറഞ്ഞു. അവനിവിടെ അധികകാലം വാഴില്ല, ഞങ്ങളെ എതിർത്തിട്ട് വാടാ എന്ന് പറഞ്ഞ് ഇവന്മാരെ വിളിച്ചുകൊണ്ട് പോവുക. ഇവന്മാരെ വിളിച്ചുകൊണ്ട് വന്നവന്മാർ പുല്ല് പോലെ ഇറങ്ങി പോകാൻ നോക്കിയപ്പോഴത്തേക്കും പുഷ്പം പോലെ ഇവന്മാരെ പിടിച്ച് അകത്തിടാനായിട്ട് നമ്മുടെ അജയ് വന്നിങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്നു. ഇവന്മാരുടെ ഇടയിലേക്ക് നമ്മുടെ അജയ് വന്നു. അജയ് വന്നപ്പോഴത്തേക്കും അജയ് തല്ലാനായിട്ട് ഈ സെല്ലിൽ നിന്ന് ഇറങ്ങിയവന്മാർ ശ്രമിക്കുന്നു. അജയുടെ അടുത്ത് കളി അജയ് വിട്ടുകൊടുക്കുമോ? അജയ് അവന്മാരെ തൂക്കിയെടുത്ത് വന്നതിനേക്കാളും സ്പീഡിൽ സെല്ലിനകത്തേക്ക് പിന്നെ അടച്ചു. അപ്പോൾ എന്താണോ താനീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കയറി വന്ന വെള്ളം ഇട്ടവൻ അജയോട് വലിയ ചോദ്യം ചെയ്ത് വിരളം ചൂണ്ടി ചെന്നപ്പോഴത്തേക്കും കൂട്ടത്ത് അവൻ്റെ ചെവിക്കല് തീർത്ത ഒരൊറ്റ ഒരെണ്ണം കറങ്ങി അടിച്ചവൻ നിലത്ത് പോയി വീണു. നിനക്കപ്പോൾ കാനോടാ ലോക്കപ്പിലെന്ന് ചോദിച്ചു. മറ്റവനെ അടിച്ച മേശയെ കൊണ്ട് പരത്തി വെച്ചിരിക്കുക, അട പരത്തി വെച്ചിരിക്കുന്ന പോലെ. അവൻ എഴുന്നേറ്റ് വന്നിട്ട് എടാ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോടാ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ച എന്നും പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി നമ്മുടെ അജയ് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് സെല്ലിൽ കിടക്കുന്നവന്മാരെ പോയി നോക്കി, ഇവന്മാരുടെ നോക്കിയിട്ട് ഇവന്മാരുടെ അടുത്തേക്ക് വന്നു. എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാവോടാന്ന് ചോദിച്ചവനെ പിടിച്ച് തൂക്കിയെടുത്ത സെല്ലിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു നമ്മുടെ അജയ്യെ. എടാ എന്നും പറഞ്ഞ് ഇവനെ അലർന്നു. എനിക്കൊരു ഫോൺ കോൾ മതിയടാന്നൊക്കെ പറഞ്ഞ് നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ വിളിക്കുക നീ തെറിപ്പിക്കടാന്ന് പറഞ്ഞു. തെറിച്ചടാ ഞാൻ ഇവിടം വരെ എത്തിയത്. ഈ കേസിൽ നീയൊക്കെ വിവരം അറിയുമെന്ന് നമ്മുടെ അജയ് പറഞ്ഞു. പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ നിന്ന് ടാക്സ് ഇനത്തിൽ വാങ്ങുന്ന പണം നിന്റെയൊക്കെ കുടുംബത്തിന് സുഖിക്കാൻ വേണ്ടി മോഷ്ടിച്ച് ശീലിച്ച നിനക്കൊക്കെ മോഷണം മാത്രമേ അറിയുള്ളൂന്നും പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വാരുന്നവന് അപ്പം ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പം വേണ്ടടാ അവസാനിപ്പിക്കണ്ട, പക്ഷേ ഞാനിവിടെ ഉള്ളിടത്തോളം നിന്റെയൊക്കെ ഈ സമാന്തര സർക്കാർ തീർന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അജയ് പറയണം. എല്ലാവന്മാരെ അകത്തിട്ടിട്ട് അജയ് ഇങ്ങോട്ടേക്ക് പോരുവാണ്. അപ്പോൾ മറ്റവൻ അതിനകത്ത് കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കലി കയറി അജയ് അവനെ സെല്ല് തുറന്ന് വലിച്ച് പുറത്തേക്ക് അടിച്ചു. പുറത്തേക്ക് ചാടിച്ച് അവനിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിർത്തിയേക്കുക, തല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ അജയ് വരുന്നതിന് മുന്നേ വേറൊരു പോലീസുകാരനെ തല്ലിയായിരുന്നില്ല, അയാളെ കൊണ്ടാണ് ഇവനെ തിരിച്ച് തല്ലിക്കുന്നത് അജയ്. അപ്പോൾ സാർ അതൊന്നും പറഞ്ഞ് ഈ പോലീസുകാരൻ നിൽക്കുമ്പോൾ തല്ലിയില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലുമെന്ന് പറഞ്ഞു. ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു മറ്റേ പോലീസുകാരൻ ഇവനിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അജയ് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു സഹപ്രവർത്തനെ തല്ലിയപ്പോൾ വാലം ചുരുട്ടി നിങ്ങളൊക്കെ നോക്കി നിന്നോ എന്ന് ബാക്കിയുള്ള പോലീസുകാരോട് CI ചോദിക്കുക. നിനക്കൊക്കെ ഞാൻ ക്ഷൗരം ചെയ്യാനുള്ള സെറ്റ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇതായി പറയുക. വേണമെങ്കിൽ പോടാ, അത് പിന്നെ സാറെ പ്രതികൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മുടെ അജയ് അകത്തേക്ക് കയറി പോകുന്നു. അതുവരെ എടാ പോടാന്ന് വിളിച്ചവൻ ഇപ്പോൾ സാറേ എന്ന് വിളിച്ചിങ്ങനെ നിൽക്കാറായി. അങ്ങനെ നമ്മുടെ അജയ് അകത്ത് തൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഈ സമയത്ത് അടുത്ത പോലീസുകാരൻ നമ്മുടെ ഭൂമിയുടെ കടയിലേക്ക് ചെന്നു. ഭൂമി, നമ്മുടെ പുതിയ സർക്കിളിന് ഒരു ചായ വേണം എന്നും പറഞ്ഞു. അന്നേരം പുലിയും കരടിയൊക്കെ വന്നോ എന്ന് ചോദിച്ചു. വന്നു അതിൻ്റെ ആണ് ബഹളം കേട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഭൂമി ചായ എടുത്തു സാറിന് കൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ ചായ ആയിട്ട് അതേ അകത്തേക്ക് സാറ് പോണു. ഈ സമയത്ത് ഭൂമി ഇങ്ങനെ അവിടെ നിന്ന് അടുത്ത ജോലിയും കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ചായ പല പ്രാവശ്യമായിട്ട് അദ്ദേഹം വരുന്നു. ചായ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ പല ഇതിലും നമ്മുടെ ഭൂമി ചായ എടുത്ത് കൊടുക്കുവാണ്. ആ ചായ കൊണ്ട് പിന്നെ അദ്ദേഹം വരുന്നു. അദ്ദേഹം ഓടി മടുത്തു. ഈ സമയത്ത് ഭൂമിക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് തോന്നി. ബാലേട്ടൻ പോയിക്കോട്ടോ, ചായ ഞാൻ നേരിട്ട് കൊടുത്തോളാമേ എന്ന് പറഞ്ഞു നമ്മുടെ ഭൂമി ഇങ്ങനെ ആ ചായ ആയിട്ട് നേരെ പോവുകയാണ്. ഈ സമയത്ത് അവിടുത്തെ SI സാറ് പുതിയ ഡീറ്റെയിലും കാര്യങ്ങളും ഇതെല്ലാം കൊണ്ടുവന്ന് ഫയലുകളൊക്കെ കാണിക്കണം. തെളിയിക്കപ്പെടാത്ത കേസുകൾ, സൂയിസൈഡ് കേസുകൾ, അങ്ങനെയൊക്കെ ഓരോന്ന്. ഈ സമയത്ത് നമ്മുടെ അജയുടെ
ഈ ഒരു പേപ്പറുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു. ആ കോളിൽ പിന്നെ സംസാരിക്കാം, അപ്പോൾ DIG തിരിച്ചെത്തിക്കാൻ ഈ ഒരു ഇത് മതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വന്ന് കയറിയ ഉടനെ ഭരണകക്ഷി ജില്ലാ സെക്രട്ടറിയുടെ നെഞ്ചത്തോട്ട് തന്നെ കയറിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അജയ്യെ വഴക്ക് പറയാണ് മെയിൻ ഉദ്യോഗസ്ഥൻ. അത് വഴക്ക് പറയാൻ വേണ്ടി മെയിൻ ഉദ്യോഗസ്ഥൻ വിളിച്ചത്. അപ്പോൾ അയാളെന്നെ വിളിച്ചായിരുന്നു എന്നും ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെയാണോ ഇടപെടുന്നതെന്ന് ചോദിച്ചപ്പം അയാൾ ജനപ്രതിനിധിയോ അല്ല, മന്ത്രിയോ MLA എന്തിനാ ഒരു വാർഡ് മെമ്പർ പോലും അല്ല എന്ന് പറഞ്ഞു. അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന് പറയുമ്പം അത് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് അജയ് പറഞ്ഞു. പിന്നെ ആരാ അറിയേണ്ടതെന്ന് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പം സാറിനെ ചോദ്യം ചെയ്യാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്താ സാറിന് ബുദ്ധിമുട്ടായോ എന്ന് ഇയാള് നേതാവിനെ താൻ ഉപദ്രവിച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അത് ഉടനെ തരാം. ദേവീക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ ഈ നേതാവ് 4 കള്ളന്മാരെ നിയോഗിക്കുന്നു. പോലീസ് ആ കൊള്ളക്കാരെ പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്തു. ആ പ്രതികളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ ഈ നേതാവ് ശ്രമിക്കുന്നു. കൊള്ള നടത്താൻ ശ്രമിച്ചത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അജയ് പറയുക. പ്രതികളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചത് സെക്ഷൻ 225, 225A എന്നൊക്കെ പറഞ്ഞ് കുറേ സെക്ഷനുകളും പറഞ്ഞു. അവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ഇത്തരം വലിയ കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കേണ്ടെന്ന് ഈ വലിയ പോലീസുകാരൻ പറയുമ്പോൾ ഈ സ്വർണ്ണവേട്ടയിൽ സാറിനും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അജയ് എന്താണ് താൻ പറഞ്ഞത്? അല്ല, ഈ കുറ്റത്തിന് എനിക്കൊരു സസ്പെൻഷൻ തന്നോളും, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഷിറ്റ് ഇഡിയറ്റ് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക മെയിൻ ഉദ്യോഗസ്ഥൻ. അങ്ങനെ നമ്മുടെ അജയ് കലി കയറി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമി കൃത്യമായിട്ട് ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അജയ് ആണെന്ന് ഭൂമിക്ക് അറിയില്ല. അപ്പം അതേ ഇമ്പോസിഷൻ ചായ അടിക്കലിൻ്റെ അതെ ഇതുവരെ ആരും എൻ്റെ ചായയെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നും ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത ഷെഫാണോ എന്നും ചോദിക്കുകയാണ് ഭൂമി വന്ന് SIയോട്. എന്തു പറ്റി ഭൂമി? അല്ല വലിയ പുലിയ സിംഹം കടുവൊക്കെ ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ ഈ പുലി ഞാൻ എലിയാക്കി തരാം, ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഭൂമി അകത്തേക്ക് പറഞ്ഞു വിടുന്നത്. ചായയായിട്ട് നമ്മുടെ ഭൂമി അകത്തേക്ക് ചെല്ലുമ്പോൾ ഹലോ എന്നും പറഞ്ഞു വിളിച്ചു. അജയ് തിരിഞ്ഞു നോക്കിയപ്പോൾ അജയെ കണ്ട് ഭൂമി നടുങ്ങി, ഭൂമിയെ കണ്ട് അജയും നടുങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും അന്തം വിട്ട് കണ്ണിൽ നോക്കി നിൽക്കുമ്പോൾ ഇയാൾ CA ആയിരുന്നു നമ്മുടെ ഭൂമി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം. താനോ എന്ന് ചോദിച്ചോട്ട് ദേഷ്യപ്പെട്ടു അജയ്. ആരോട് ചോദിച്ചിട്ട് അടിയിനകത്ത് കയറിയതെന്ന് ചോദിച്ചു. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്കും ഭൂമിയുടെ കയ്യിലിരുന്ന ചായ മുഴുവനും കൂടി, അതായത് ചൂട് ചായ മുഴുവൻ അജയുടെ യൂണിഫോമിൽ വീണു. ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. അങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. മൊത്തം കയ്യിൽ നിന്ന് പോയി, ഭൂമിയുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. അപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ പേടിച്ചാലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം. ടാറ്റാ.